ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സൈക്കോ സുഷന്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, ഇന്ന് ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് നിങ്ങൾ കണ്ട് മടുത്ത ഒരു സ്ഥലമാണ് കേട്ടോ. ഞങ്ങളുടെ വീഡിയോയിൽ ഒത്തിരി ഉണ്ട്, പക്ഷെ എന്നാൽ ഇന്നൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അവിടെ പ്രത്യേകത ഉള്ളപ്പോൾ നമുക്ക് വീഡിയോ ഇടാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞങ്ങൾ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെട്ടുകാട് പള്ളിയിലേക്കാണ് കേട്ടോ. ദേവൂസ് ദേവാലയം എന്ന് പറയുന്ന വെട്ടുകാട് പള്ളിയിലെ നമ്മുടെ പാതിരാ കുർബാനയിൽ നമ്മൾ പങ്കെടുത്തായിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അവിടെ പോകേണ്ടി വന്നു. അപ്പൊ അങ്ങനെ നിന്നപ്പോഴത്തേക്കുള്ള അവിടുത്തെ ദീപാലങ്കാരം, ലൈറ്റ് അറേഞ്ച്മെന്റും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ കുറേ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളത് നിങ്ങളുമായിട്ട് നമ്മൾ പങ്കിടാമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് നമ്മളത് കാണിച്ചു തരണമെന്ന് എന്നുള്ള ഇതിൽ നമ്മൾ വന്നതാണല്ലേ. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുത്തത് കേട്ടോ. നമ്മളവിടെ വന്നപ്പോൾ തന്നെ നോക്കിയപ്പോൾ അവിടെ മൊത്തം ബ്ലോക്ക് ആയിരുന്നു അല്ലേ. ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു കേട്ടോ, നല്ല ബ്ലോക്ക് ആയിരുന്നു. കാരണം ഒരുപാട് പേര് വരുന്നൊരു ചർച്ചാണ് കേട്ടോ. ജാതി മതം ഒന്നും ഇവിടെ പ്രശ്നമില്ലല്ലോ. അതുകൊണ്ട് ആദ്യം വരുമ്പോൾ തന്നെ ഫ്രണ്ട് ഗേറ്റിൽ കണ്ടതെന്ന് പറഞ്ഞാൽ റെഡ് വൈറ്റ് കോമ്പിനേഷൻ. സത്യം കേട്ടോ, അവിടെ ഫുള്ള് തുടക്കം തന്നെ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഒന്നാണ് കേട്ടോ. സൂപ്പർ ആയിരുന്നു കേട്ടോ. അതും റോഡിന്റെ അപ്പുറത്തും നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അതേ കോമ്പിനേഷനിൽ തന്നെ. നമ്മുടെ നേരെ എവിടെയാണ് നമ്മുടെ തിരുസ്വരൂപത്തിന്റെ അടുത്തുള്ള മെഴുകുതിരി കത്തിക്കുന്നതിന്റെ അവിടെ വന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇത് അവിടെ ഒരുപാട് പേര് നമ്മൾ എന്ന് വന്നാലും കാണുന്നതാണ്. എപ്പോഴും ഇവിടെ ആള് കൂടുതലാണ്. ഇവിടെ എപ്പോഴും ആള് കൂടുതലാണ്. അത് കഴിഞ്ഞിട്ടുള്ള ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് ഫ്രണ്ട് ഭാഗം ഫുള്ള് റെഡ് ആൻഡ് വൈറ്റ് ആണ്. പള്ളിയുടെ ഫ്രണ്ടിൽ നമ്മുടെ റോഡ് സൈഡിൽ വരുന്നത് ഏസുള്ളത് എല്ലാം റെഡ് ആൻഡ് വൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. അത് വേറെ കോമ്പിനേഷൻ തന്നെയാണ്. നമ്മൾ വേറെ ഒരു പള്ളിയിലും കാണാത്ത ഒരു ലെവലിലുള്ള ഒരു സ്റ്റാർ അല്ലേ അല്ലേ? നീ വേറെ എവിടെയും കണ്ടിട്ടുണ്ടോ സ്റ്റാർ? ഇല്ലല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ നമ്മുടെ ഫോട്ടോ എടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി അവർ ചെയ്തു തന്നിരിക്കുന്നതാണ് ഐ ലവ് യു വെട്ടുകാട്. നമ്മുടെ സ്റ്റാർ അത് പറയാതിരിക്കാൻ വയ്യ, വേറെ ലെവലില്ലേ. കാണാൻ നല്ല ലുക്കാണ് കേട്ടോ. എന്ത് കഷ്ടപ്പെട്ടാണ് അവരെല്ലാം ഇങ്ങനെ ഒരു സ്റ്റാർ സെറ്റ് ചെയ്തെടുക്കാൻ. പക്ഷെ എനിക്കൊന്ന് വീഡിയോ കാൾ നേരിട്ടാണോ നല്ല തിളക്കമാണ് കേട്ടോ. അത് വേറെ ഇതാണ് കേട്ടോ. നമുക്ക് വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്ക് അറിയാൻ അറിയത്തില്ല. നമ്മള് തൊട്ട് ഫ്രണ്ട് ഗേറ്റിന്റെ അവിടെ നിന്ന് നമുക്ക് അടുത്ത് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യം പോവേണ്ട വഴി അവർ ചെയ്തിരിക്കുന്നതാണ്. പക്ഷെ ഇവിടെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. കാരണം അത്രയും തിരക്കായിരുന്നു. നമ്മൾ ആകെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഞാനും മീനുകുട്ടിയൊക്കെ നിന്ന് ഫോട്ടോ എടുത്തുള്ളൂ. കാരണം പറ്റുന്നില്ലായിരുന്നു, തിരക്കായിരുന്നു. ആള് മാറട്ടെ എന്ന് പറഞ്ഞ് നിൽക്കാൻ നമുക്ക് പറ്റത്തില്ലായിരുന്നു. അതുപോലെ ക്രിസ്മസ് തലേന്നും കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തില്ല, നിങ്ങൾക്ക് വേണ്ടി ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. അകത്തൂടെ ഒരു ഗുഹയിൽ കയറി പോകുന്നൊക്കെ ഇങ്ങനെ പോയി. നമ്മുടെ ഈ ഫ്രെയിമിലൊന്നും നമ്മൾ ഫോട്ടോ എടുത്തില്ല. ഫ്രെയിമിലൊക്കെ അവർ മാറുന്നില്ല, ആരും മാറുന്നില്ല. അപ്പം കിട്ടിയ സമയത്ത് മീനുകുട്ടിക്ക് ഒരു ചെറിയ ഫോട്ടോ എന്തോ എടുത്തതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഞാൻ എടുക്കുന്നില്ല എന്ന് പറഞ്ഞ്. എല്ലാവരും അവിടെ നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചു അല്ലേ. പിന്നെ കാണുന്നതാണ് സ്റ്റാർ. മൂന്ന് ലെവലിലുള്ള 3 സൈസിലുള്ള സ്റ്റാർ ആണ്. അത് വേറെ ലെവൽ തന്നെയാണ്. നമ്മൾ ഈ ഗുഹയിൽ കയറും കണക്കാണ്. അവിടെയും നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല എന്ന് തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മള് കുറെ കേക്കിന്റെ ബോക്സുകൾ അടുക്കി വെച്ച് ഇങ്ങനെ ലൈറ്റ് കൊണ്ട് അവർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സീൻ. പിന്നെ നമ്മൾ ഇത് നോക്കിയേ സ്റ്റാർ ഇടയ്ക്ക് നമ്മൾ കയറി ഒരു ഫോട്ടോ എടുത്തല്ലേ. ഇത് ഞാൻ നിങ്ങളെ നിർത്തി എടുത്ത ഫോട്ടോയാണ്. അങ്ങനെ വിടാൻ പറ്റത്തില്ലല്ലോ മക്കളെ എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ പോകുന്നുണ്ട് കേട്ടോ. നമ്മളിതിനകത്തൂടെ കയറി നടക്കാൻ നോക്കിയപ്പോൾ പറ്റിയില്ല. പിന്നെ ഇതിനകത്ത് കയറിയിട്ട് ഇവിടെ നമ്മുടെ അകത്ത് കയറ്റി നിർത്തിയില്ല. ഇതിൻ്റെ സൈഡ് ചാരി നിന്ന ഒരു ഫോട്ടോ ഞാൻ എൻ്റെ മോളെ കൊണ്ടുവന്നു. നമ്മൾ മീനു കൊച്ചിനെ കൊണ്ടുവന്ന് പറഞ്ഞ് എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് നമ്മളിങ്ങനെ പോകുമ്പോഴത്തേ അവിടെ കുറേ മാനുകളുണ്ടായിരുന്നു, മണിയുണ്ടായിരുന്നു. എനിക്ക് വയ്യ, എന്താ ലൈറ്റ് എന്ന് പറഞ്ഞാൽ അത് ഇവിടെ ചെയ്തേക്കുന്ന ലൈറ്റ് എല്ലാം ഗോൾഡൻ കളറിലുള്ള ലൈറ്റ് ആണല്ലേ. ഇത് കഴിഞ്ഞിട്ടുള്ളതെല്ലാം ഗോൾഡൻ കളറാണ്. അതായത് ഗോൾഡൻ കളർ അതനുസരിച്ചുള്ള എന്തെങ്കിലും ചെറിയൊരു കളർ മാത്രമേ മാറ്റാൻ പറ്റൂ. ഫുള്ള് ഗോൾഡനിലാണ്. ഒരു ഏരിയ തിരിച്ചാണല്ലേ 2024 നമുക്ക് കഴിയാറായി. അപ്പം അതുകൊണ്ട് 2024 ക്രിസ്മസ് ആണ്. ഇതിപ്പോൾ ന്യൂ ഇയർ വരുമ്പോഴത്തേക്ക് 2024 2025 ആക്കി അവർ എഴുതുമെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ ഫോട്ടോ എടുക്കുന്ന ഒരു രക്ഷയില്ല, നമ്മളെടുത്തില്ല. പിന്നെ പള്ളിയുടെ ഫ്രണ്ട് നിങ്ങൾ തിരുനാളിനെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അത് വേറെ ലെവൽ, ഇത് വേറെ ലെവൽ. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് നമ്മളൊരു ആ ഭാഗത്തെല്ലാം പച്ചപ്പരമായിട്ടുള്ള ലൈറ്റ് അല്ലേ ചെയ്തിരിക്കുന്നത്. അതെ, അവിടെ എല്ലാം പച്ചപ്പാണ് കേട്ടോ. തൊട്ട് സൈഡിലോട്ട് പച്ച കളർ. ഫ്രണ്ട് നമ്മുടെ കടലിലോട്ടുള്ള ഫ്രണ്ടേജ് നേരെ ഇടത് സൈഡിൽ അങ്ങനെയാണ്, പച്ചപ്പാണ് കേട്ടോ. പിന്നെ ഇവിടെ നോക്കിയ വൈറ്റ്, പ്യുവർ വൈറ്റിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഗോളം. ഇതൊക്കെ വേറെ ലെവലാണ് മക്കളെ. പള്ളിയിൽ അങ്ങോട്ട് കയറി പോകുന്ന വഴിക്കുള്ളതാണ് നമ്മൾ. ഇതെന്ന് ഞാൻ പള്ളിയുടെ 2 സ്ഥലത്തായിട്ട് 2 സൈഡിലായിട്ടും സ്പ്രിങ്ങിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഐറ്റം ഞാൻ ഇതുവരെ എങ്ങും കണ്ടിട്ടില്ല. നമ്മൾ ഈ എന്താണ് നമ്മൾ മേലോട്ട് ഇങ്ങനെ കുതിക്കാൻ നിൽക്കുന്ന ഒരു ഐറ്റം ഉണ്ടല്ലോ, അങ്ങനെ ഒരു ഇതിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് നമ്മളിങ്ങനെ അനക്കുകയാണെങ്കിൽ ഒന്ന് തൊടുകയാണെങ്കിൽ അത് സ്പ്രിങ് ആണ്, അത് ഇങ്ങനെ അനങ്ങിക്കൊണ്ടേയിരിക്കും.
ആ ലൈറ്റ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതിങ്ങനെ കറങ്ങി ഇങ്ങനെ മേലോട്ട് അത് പോവുകയാണെന്ന് വിചാരിക്കും. നമ്മൾ ഈ കാണുന്ന ലൈറ്റ് അതങ്ങനെ അടിപൊളിയായിട്ട് അത് കുറേ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ ഉണ്ട്, പല കളറിലുണ്ട് കേട്ടോ. അത് പല കളറിൽ രണ്ട് സൈഡിൽ വഴിയിലെ രണ്ട് സൈഡിലായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പല കളറിൽ. അപ്പം ഞാൻ ഇവിടെ വരുമ്പോഴത്തേക്ക് പാതിര കുർബാന തുടങ്ങി കേട്ടോ. നമ്മളിവിടെ കയറി വരുന്ന സമയത്ത് പാതിര കുർബാന തുടങ്ങിയായിരുന്നു. അപ്പം നിങ്ങൾക്ക് അതിനകത്തുള്ളൊരു ചെറിയൊരു വ്യൂ ഇങ്ങനെ നമ്മൾ കാണിച്ചു തരണ്ടേ. അതുകൊണ്ട് ഞാൻ നേരെ പള്ളിക്കകത്തോട്ടൊരു വീഡിയോ ആയിട്ട് പോയി കേട്ടോ. പള്ളിക്കകത്തോട്ട് പോയപ്പോഴത്തേക്ക് പള്ളിക്കകത്ത് ആള് നിറഞ്ഞിരിക്കുക. ഒക്കെ നിറഞ്ഞു കേട്ടോ. ഞാൻ പള്ളിക്കകത്ത് ഇരിക്കാൻ പറ്റുമോ നോക്കാൻ പോയതാ. അപ്പം നോക്കിയപ്പോഴത്തേക്ക് പള്ളിക്കകമൊക്കെ നിറഞ്ഞു. പിന്നെ ഞാൻ നേരെ നമ്മുടെ ക്രിസ്തുരാജൻ്റെ ഒരു വീഡിയോ അങ്ങ് എടുത്തു പള്ളിക്കകത്ത്. ക്രിസ്തുരാജൻ്റെ വീഡിയോ എടുത്തതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങി നമ്മൾ പിന്നെ ഇവിടെ ഇരിക്കാനുള്ള ഒരു സൗകര്യം വേണമല്ലോ. പാവച്ചുകുട്ടിയെയും നമ്മൾക്ക് എല്ലാവർക്കും കൂടെ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണ്ടേ. അപ്പോഴും ഇതിന്റെ കൂട്ടത്തിൽ നമ്മുടെ അച്ഛനമ്മയും ഉണ്ടായിരുന്നു കേട്ടോ. അച്ഛനും അമ്മ, അനിയൻ, അനിയത്തി ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. ഫാമിലി മൊത്തത്തിൽ ഉണ്ടായിരുന്നു കേട്ടോ. അതെ, ഫാമിലി മൊത്തത്തിലുണ്ടായിരുന്നു. അവര് സമയത്ത് നമ്മളൊരു ചായയൊക്കെ വാങ്ങി കുടിച്ചു. അതെ, ഒരു ചായ വാങ്ങിച്ചു കുടിച്ചു. സമയത്ത് മീനക്കുട്ടി പിന്നെ ഉറക്കമായി, കുറേ ലൈറ്റ് കണ്ട് തളർന്ന് അവൾ ഉറക്കമായി. അതെ അതെ, എല്ലാവരും അടിച്ച് പൊളിച്ചായിരുന്നു ക്രിസ്മസ്. ഇഷ്ടംപോലെ ആളുണ്ടായിരുന്നു കേട്ടോ. അതെ, ഇത് നമ്മൾ ഇങ്ങനെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ ഈ ലെവലിൽ കാണിക്കുമ്പോഴത്തേക്ക് ക്യാമറ അത് വേറൊരു ഒരു എന്താണ് ഒരു ക്ലിയർ ആയിട്ട് കിട്ടും. അതെ, പിന്നെ എന്ന് വെച്ചാൽ ഇവിടുത്തെ സ്റ്റാർ എല്ലാം സൂപ്പർ ആയിരുന്നു. ആരാധന കഴിഞ്ഞതിന് ശേഷം ഇവിടെ ചെറിയൊരു പ്രോഗ്രാമുണ്ട്. അപ്പോൾ ആ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടാണ് ഫ്രണ്ടിൽ അവരൊന്ന് ലൈറ്റൊക്കെ മാറ്റിയിട്ടായിരുന്നു. വൈറ്റ് കളർ ലൈറ്റ് ആദ്യം ഇല്ലായിരുന്നു. നേരെ അതിന് ശേഷം ആരാധന കഴിഞ്ഞതിന് ശേഷം വൈറ്റ് കളർ ലൈറ്റൊക്കെ കിട്ടുന്നിട്ട് സൗണ്ട് സിസ്റ്റത്തിൻ്റെ സെറ്റിംഗ് ഒക്കെ ഇവിടെ തുടങ്ങി. സൗണ്ട് സിസ്റ്റം സെറ്റിംഗ് തുടങ്ങിയതിന് ശേഷം നമ്മളവിടെ എപ്പോഴും ഇരിപ്പുണ്ട്. അപ്പോൾ ഇവിടെ കേക്ക് മുറിക്കണം. ഇവിടെ കേക്ക് ഉണ്ട് കേട്ടോ. ഇവിടെ സാധാ പ്ലം കേക്കാണ് മുറിക്കുന്നത്. മത്സരിച്ചാണ് കേക്ക് വാങ്ങിക്കുന്നത്. ഇവിടെ ക്രിസ്മസ് സ്ഥലത്ത് എല്ലാവർക്കും എല്ലാ ഐറ്റം കേക്കും കിട്ടും കേട്ടോ. എല്ലാ ഐറ്റം എന്ന് പറഞ്ഞാൽ പ്ലം കേക്കിന് വിവിധ തരത്തിലുള്ള വിവിധ ഇനങ്ങളിലുള്ള കേക്കുകളാണ് നമുക്കും കിട്ടി. നമുക്ക് ഒരുപാട് കേൾക്കുന്നത് അവർ അവിടെ ഒരു നമ്മളിലാ പറയുന്നത് പണ്ടത്തെ ആൾക്കാർ പിശുക്ക് അങ്ങനെ ഒരു വാക്ക് പറയുമല്ലോ. അവിടെ അതെന്ന് പറഞ്ഞാൽ വെട്ടുകാട് പള്ളിയിൽ പിശുക്ക് എന്നുള്ളൊരു വാക്ക് അവിടെ ഇല്ല. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വേണോ കഴിക്കാം, ഒരു കുഴപ്പമില്ല, ആരും ഒന്നും പറയത്തില്ല. അവരിപ്പോൾ ഒരു പീസ് കേക്ക് അവിടെ അത് തീരുന്നത് വരെ ആവശ്യമുള്ള ലോഡാണ് ഇറക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ തീരുന്നത് വരെ ആർക്ക് വേണോ പോയി കഴിക്കാം. ആരും ഇപ്പോൾ ഒരെണ്ണമേ എടുക്കാവൂ എന്നൊന്നും അവർ പറയത്തില്ല. എത്ര വേണം എടുക്കും. ഞാൻ ഒരു 3-4 ഞാൻ തന്നെ പിന്നെ ആ കുഞ്ഞു മക്കളുടെ പാട്ട് അതെന്ന് പറഞ്ഞാൽ അത് നമ്മളങ്ങ് ഇരുന്ന് പോയി. നമ്മൾ എണീറ്റ് പാതിര കുർബാന കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിച്ച് എനിക്ക് പോവാം എന്ന് പറഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് അവർ നമ്മുടെ എല്ലാ കൊല്ലം ഇത് കേൾക്കുന്നതാണ് കേട്ടോ. ഈ വർഷം നോക്കിയപ്പോഴത്തേക്ക് ഇവരെന്ന് പറയുമ്പോഴത്തേക്ക് ഇവർ നമ്മുടെ കരോൾ സോങ് ഉണ്ടല്ലോ, കരോൾ സോങ്സിന്റെ മത്സരത്തിൽ പങ്കെടുത്തിട്ട് വന്ന വിജയിച്ച ആൾക്കാരുടെ ഇത് യു പി വിഭാഗത്തിലുള്ള വിഭാഗത്തിലുള്ള 1 മുതൽ LKG മുതൽ 4 ക്ലാസ് വരെ, LKG മുതൽ 4 വരെ ഉള്ളത് ഇനി വരാനുള്ളത്. ഇതെന്ന് പറഞ്ഞാൽ UKG അല്ല UPS ആ വിഭാഗത്തിലുള്ളത്. LKG UKG ആണ് ഇനി വരാനുള്ളത്. 1 തൊട്ട് 4 വരെ ഉള്ളതിലാണ് ഈ നിൽക്കുന്ന കുട്ടികളെല്ലാം വിജയിച്ചത്. ഒരു പള്ളിയിൽ മത്സരം നടത്തി അതിൽ നിന്ന് വിജയിച്ചിട്ടുള്ള ടീമിനെ സെലക്ട് ചെയ്തിട്ടാണ് കരോൾ തലേന്ന് ഇവർക്ക് ആൾക്കാരുണ്ട് കേട്ടോ. നമുക്ക് എണ്ണാൻ പറ്റാത്തത് ലക്ഷം നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. എന്നാൽ നമുക്ക് എണ്ണാൻ പറ്റത്തില്ല. നമ്മൾ ആ ഗ്രൗണ്ട് നിറഞ്ഞാൽ നിൽക്കുന്നത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇവർക്ക് പാടാനുള്ള അവസരം എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, അത് വേറെ ലെവലാണ്. അവർ പിന്നെ എന്താ പറഞ്ഞാൽ അവർ കറക്റ്റ് ഗായകരായി. എന്താ പറയാ, ചില പ്രോഗ്രാമിനൊക്കെ നമ്മൾ കാണണമെന്ന് പറയുമ്പോഴത്തേക്ക് അവിടെയെങ്കിലും ഒരു മനുഷ്യൻ നമ്മൾ നല്ല ഗായകർ വന്ന് പാടിയപ്പോഴും ചിലയിടത്ത് ഒരു മനുഷ്യരും കാണത്തില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവരുടെ മുമ്പെന്ന് പറഞ്ഞാൽ അങ്ങ് ഇരിക്കുക, അങ്ങ് അറ്റം കാണാൻ പറ്റത്തില്ല അവർക്ക്. ആ പരുവത്തിനാണ് ആളിരിക്കുന്നത്. അത് മാത്രമല്ല നമ്മൾ പറയേണ്ട കാര്യം ഇവരുടെ പ്രോഗ്രാം ടിവിയിൽ വന്നിട്ടുണ്ട്. കൈരളി ചാനലില് ഇന്ന് 25/12/2024 അതായത് നമ്മള് ഇന്ന് വീഡിയോ ഇടുന്ന ഈ ദിവസം രാവിലെ ഉണ്ടായിരുന്നു. പ്രോഗ്രാം രാവിലെ ഉണ്ടായിരുന്നു. ചിലപ്പം വരുമായിരിക്കും. ഇന്ന് രാവിലെ കൈരളിയില് 9 മണിക്ക് 7 മണി മുതൽ 9 മണി വരെ 9 മണി വരെ ഇവരുടെ പ്രോഗ്രാം ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് കുഞ്ഞു മക്കൾ വന്നായിരുന്നു കേട്ടോ. UKG ആ വിഭാഗത്തിൽ വരുന്നത് വേറെ ലെവലാണ്. ആരാണ് മികച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എല്ലാരും ഒന്നിനൊന്ന് മികച്ചത് തന്നെയായിരുന്നു കേട്ടോ. കുഞ്ഞു മക്കളൊക്കെ മീനക്കുട്ടീനെ ഉണർത്താൻ നോക്കിട്ടോ ഈ പാട്ട് കേൾക്കാൻ വേണ്ടി. പക്ഷെ നല്ല ഉറക്കമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ HS വിഭാഗം നമ്മുടെ 9ാം ക്ലാസ് വരെയൊക്കെയുള്ള ആ കുട്ടികൾ
അവരൊക്കെ എന്ന് പറഞ്ഞാൽ കറക്റ്റിലെ ഗായകരുടെ സെറ്റപ്പിലാണ് പാടിയത്. സൂപ്പർ പാട്ടാണ് കേട്ടോ. അവരെന്ന് പറഞ്ഞാൽ അവർ ഗായകരെന്നുള്ള രീതിയിൽ അവർ നിന്ന് വളരെ സൈലന്റ് ആയിട്ട് നിന്ന് അടിപൊളിയായിട്ട് എന്ന് പറഞ്ഞാൽ വളരെ ഒരു അച്ചടക്കത്തോടു കൂടി നിന്ന് പാടുകയാണ്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ കൂട്ടുകാരെ, ഞങ്ങൾ ഇന്നത്തെ കാണിച്ചത് വെട്ടുകാട് പള്ളിയിലെ ദീപാലങ്കാരവും അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.